ഹായ്, എയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനോദ് കുമാർ, എയ്സിലെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് 2026 മെയ് മാസം 2-ാം തീയതി നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് 1-ാം ഘട്ടം PSC ഫൈനൽ ആൻസർ കീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള അവലോകനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 ഘട്ട എക്സാം ആയിരുന്നു നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. പ്രിലിംസ് മെയ് മാസം 2-ാം തീയതി, മെയ് മാസം 16-ാം തീയതി, ജൂൺ മാസം 6-ാം തീയതി. അപ്പോൾ മെയ് മാസം 2-ാം തീയതി നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുപ്രകാരം 2 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് PSC ഒഴിവാക്കിയിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ വി ഹാവ് 4 കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. നമുക്ക് 4 വാചകങ്ങളാണുള്ളത്. 8-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ പുതിയ SCERT പുസ്തകത്തിലുള്ള ഒരു കണ്ടൻറ്റാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അതുപോലെ തന്നെ മാറിയ 10-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകളാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്നത്. ദർ ആർ 4 കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്. 4 വാചകങ്ങളാണ് ഇംഗ്ലീഷുള്ളത്. ഈ വാചകം ഇമ്പരറ്റീവ് സെൻറ്റൻസുമായി ബന്ധപ്പെട്ടാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്നത് 8-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മാറിയ 10-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 9-ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് 26-ാമത്തെ പേജിലുണ്ട്. എല്ലാത്തിലുമുള്ളൊരു കണ്ടൻറ്റാണ്. അതുകൊണ്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് വരുന്ന LP UP എക്സാമിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസിനും കേരള PSC എടുക്കുന്ന എല്ലാ ക്ലറിക്കൽ പോസ്റ്റാണ്, LD ക്ലർക്ക് ആണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഉപകാരപ്രദമാവുന്നതാണ് ഈ ചോദ്യം. പാസ് മീ ദ ഷുഗർ എന്നാണ് ഈ വാചകം, അല്ലെങ്കിൽ പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്നാണ്. പാസ് മീ ദ ഷുഗർ എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? പാസ് മീ ദ ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു കമാൻഡായി മാറി. അതിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചേർത്തിരിക്കുന്നു? പ്ലീസ് എന്ന് ചേർത്തു. പ്ലീസ് എന്ന് ചേർക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് റിക്വസ്റ്റ്. എന്തായി മാറി? അത് റിക്വസ്റ്റ് ആയി മാറി. അതുകൊണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളതാണ് വിൽ യു എന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വോണ്ട് യു എന്നത്. ഈ 4 ഉത്തരങ്ങളും ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇടയിലായിട്ട് നടന്ന എക്സാമിനൊക്കെ ഈ ഭാഗത്ത് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വിൽ യു, വോണ്ട് യു, ക്യാൻ യു, കാണ്ട് യു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻ പ്ലസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് വേണ്ടത്. അപ്പോൾ ക്യാൻ പ്ലസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം വരുമ്പോൾ ഒരു N മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, കാണ്ട്. അപ്പോൾ ഇത് 4ഉം ഒരേ ഓപ്ഷനിൽ വരാം. അപ്പോൾ ഇത് 4ഉം ഒരേ ഓപ്ഷനിൽ എവിടെ വരാം? ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്നാണ്. അതൊരു റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത് വിൽ യു എന്നാണ്. വിൽ യു എന്നാണ്. അപ്പോൾ പ്ലീസ് എന്ന് ഇല്ലായിരുന്നു എങ്കിൽ ഇമ്പരറ്റീവ് സെൻറ്റൻസിൻ്റെ ഓപ്ഷനിൽ വോണ്ട് യു നമുക്ക് ചൂസ് ചെയ്യാം, വിൽ യു നമുക്ക് ചൂസ് ചെയ്യാം. 2 ഒന്നിച്ച് വരാറില്ല. പക്ഷേ 2 ഒന്നിച്ച് വന്നപ്പോൾ ഏതാ വന്നിരിക്കുന്ന? പ്ലീസ് എന്നാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാചകം എന്ന് പറയുന്ന ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ നിന്നും ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അതെന്തുമായിരുന്നു? ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആൻസർ വിൽ യു എന്നാണ്. രണ്ടാമത്തെ എന്താ? ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് എന്നാണ്. അപ്പോൾ 4 വാചകങ്ങൾ തന്നിട്ട് അതിൽ ശരിയായ വാചകം നമ്മളോട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്താ തന്നിരിക്കുന്നത്? വാട്ടറും എയറുമാണ്. വാട്ടർ എന്നും എയറും എന്നാണ്. വാട്ടർ എന്നതും എയർ എന്നതുമാണ്. എന്താ ഈ വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. എയർ എന്നതും എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നൗൺസ് ആർ ഡിവൈഡഡ് ഇൻടു 2, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണുള്ളത്? വാട്ടർ എന്നും എയറും എന്നുമാണ്. ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ് ഏതിൻ്റെ മുൻപിലായിട്ട്? എണ്ണാൻ സാധിക്കാത്ത നാമങ്ങളുടെ മുൻപിലായിട്ട് നോ ആർട്ടിക്കിൾ ഈസ് റിക്വയർഡ്. എന്തിൻ്റെ ആവശ്യമില്ല? ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വാട്ടർ എന്നതിൻ്റെയും എയർ എന്നതിൻ്റെയും മുൻപിൽ ആർട്ടിക്കിൾ ആവശ്യമില്ല. അപ്പോൾ ശരിയായ വാചകം നമ്മളോട് ചോദിച്ചപ്പോൾ ദ എയർ വേണോ? ചിലർക്ക് സംശയം ഉണ്ടാവും. അതാണ് ദ എയർ വേണോ ദ വാട്ടർ വേണോ എന്നായിരിക്കും. പക്ഷേ 2ൻ്റെ മുൻപിൽ നമുക്ക് ഒരു ആർട്ടിക്കിളും വേണ്ട. സോ ആൻസർ എന്താണ്? വി നീഡ് എയർ ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ് എന്നാണ് ആൻസർ. സി എന്നതാണ്. അതിൻ്റെ റീസൺ എന്താ? അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചേർക്കാറില്ല? ആർട്ടിക്കിൾ ചേർക്കാറില്ല. അപ്പം നാമങ്ങളെ നമ്മൾ എന്തായി തിരഞ്ഞെടുക്കും? എണ്ണാൻ സാധിക്കുന്നവ എന്നും എണ്ണാൻ സാധിക്കാത്തവ എന്നും. ചെറിയ ക്ലാസ്സിലെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൗൺസിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ആ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. കൗണ്ടബിൾ ഏതാണ്, അൺകൗണ്ടബിൾ ഏതാണെന്ന് തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയർ എന്നതും വാട്ടർ എന്നതും അൺകൗണ്ടബിൾ നൗണാണ്. അതിൻ്റെ മുൻപിൽ എന്തിൻ്റെ ആവശ്യമില്ല?
ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വാട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോവർബ് ചോദിക്കാറുണ്ട്. 2017 LD ക്ലർക്കിന് പാലക്കാട്, പത്തനംതിട്ട ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രോവർബ്. 5/8/2017 പാലക്കാട്, പത്തനംതിട്ട ജില്ല LD ക്ലർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ് മിണ്ടാപ്പൂച്ച കലമുടക്കും. മിണ്ടാപ്പൂച്ച കലമുടക്കും അതിനെന്താ പറയുക എന്നാണ് ചോദ്യം. അപ്പോൾ വാട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു പ്രോവർബും കൂടി അഡീഷണലായി പഠിക്കാം. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്നാണ്. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് പറഞ്ഞാൽ മലയാളം മിണ്ടാപ്പൂച്ച കലമുടക്കും. 5/8/2017 പാലക്കാട്, പത്തനംതിട്ട ജില്ല LD ക്ലർക്കിന് ചോദിച്ചതാണ്. വരുന്ന LD ക്ലർക്കിനോ LP UPക്കോ നമുക്ക് സാധ്യതയുള്ളതാണ് പഴഞ്ചൊല്ല് എന്നത്. അതിൻ്റെ കാരണം 2016 UPSC എക്സാമിന് 2016 UPSC എക്സാമിന് അണ്ണാനെയാണോ മരങ്കയറ്റം പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം. അണ്ണാനെയാണോ മരങ്കയറ്റം പഠിപ്പിക്കുന്നത് എന്നത് മലയാളത്തിൽ കൊടുത്തിട്ട് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചോദിച്ചിരുന്നു. അതേപോലെ നമ്മളോട് LP UP എക്സാമിനോ അതുപോലെ തന്നെ വരുന്ന LD ക്ലർക്ക് എക്സാമിനോ ഡിഗ്രി ലെവൽ മെയിൻസിനോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പഴഞ്ചൊല്ല്. അതുകൊണ്ട് പഠിച്ചു വെച്ചോ. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്, മിണ്ടാപ്പൂച്ച കലമുടക്കും. അടുത്തായിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? വിച്ച് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അപ്പോൾ വ്യാകരണ പ്രകാരം ശരിയായിട്ടുള്ള വാചകം തിരഞ്ഞെടുക്കാൻ. യെസ്, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ നമുക്ക് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊനൗണുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന വി എന്ന പ്രൊനൗണാണ്. വി എന്ന ഫസ്റ്റ് പേഴ്സൺ. പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ പ്രൊനൗൺ ഈസ് എ വേർഡ് വിച്ച് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന സാധനമാണ് പ്രൊനൗൺ. അപ്പോൾ പ്രൊനൗണിൽ നമുക്ക് എംഫാറ്റിക് പ്രൊനൗൺ ഉണ്ട്, റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉണ്ട്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ഉണ്ട്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. ഇങ്ങനെ കുറേ പ്രൊനൗൺസ് നമുക്കുണ്ട്. ഇവിടെ നമുക്ക് റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ്. പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ I, we, you, he, she, it, they ഇങ്ങനെയുള്ളതാണ്. ഇതിൽ ഐയും വിയും നമ്മൾ വിളിക്കാറുള്ളത് ഫസ്റ്റ് പേഴ്സൺ എന്നാണ്. ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇവിടെ നമുക്ക് ആരംഭിച്ചിരിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ എന്താ വേണ്ടത്? അതിൻ്റെ സെൽഫ് ഫോംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സെൽഫ് ഫോംസ് കൂടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവർ സെൽഫ് എന്ന് പറയാറില്ല, സെൽഫ് എന്നതിൻ്റെ പ്ലൂറൽ സെൽസ് എന്നാണ്. അപ്പോൾ അവർ സെൽസ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ എന്താണ്? ആൻസർ വി kept ourselves away from the class എന്നാണ്. we kept ourselves away from the class എന്നാണ്. ആൻസർ ബി ആണ്. അപ്പോൾ വി എന്നതിനെ നമ്മൾ ഒബ്ജക്റ്റ് കേസിലേക്ക് മാറ്റി എഴുതുമ്പോൾ വി എന്തായി മാറും? അസ്. ഈ അസ് എന്ന പ്രയോഗമാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? പാസീവ് വോയിസിൽ ഉപയോഗിക്കുക. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ അസ്. അപ്പോൾ നോക്കാം, വി അസ്. വി എന്നതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ്. അസ് എന്നതിൻ്റെ മീനിങ് എന്താ? ഞങ്ങളെ, ഞങ്ങളോട്, ഞങ്ങൾക്ക്. അങ്ങനെയാണ് അടുത്ത പൊസിഷൻ എന്താ? അവർ എന്നാണ്. അവർ, ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ. അങ്ങനെയാണെങ്കിൽ അവേഴ്സ്, ഞങ്ങളുടേത്, ഞങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് അവർസെൽസ് എന്നാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് മാസം നടന്നപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ PSC കൊടുത്ത് ഇതാണ്. പ്രൊവിഷണൽ ആൻസർ കീയിലും ഇത് തന്നെയായിരുന്നു, ഫൈനൽ ആൻസർ കീയിലും ഇത് തന്നെയാണ് ആൻസർ. നാലാമത്തെ എന്താ? സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ്. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഡിക്ലറേറ്റീവ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് ഉണ്ട്, ഇമ്പരറ്റീവ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി ഉണ്ട്. പക്ഷെ അതിലെല്ലാം വരുന്ന ക്ലോസ് ഘടനയനുസരിച്ച് ക്ലോസ് ഘടനയനുസരിച്ച് വാചകങ്ങളെ വീണ്ടും നമ്മൾ എത്രയായി തരത്തിരിക്കും? 4 തരത്തിരിക്കും. സെൻറ്റൻസസ് ആർ ആൾസോ ഡിവൈഡഡ് ഇൻറ്റു 4. സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. 30/8/2025 സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. എന്നാൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് 1ാം ഘട്ടം പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചത് സിമ്പിൾ സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ സെൻറ്റൻസ് എന്താ? സിമ്പിൾ സെൻറ്റൻസിൻ്റെ പ്രത്യേകത ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉൾപ്പെടുന്ന വാചകം. ഇറ്റ് കണ്ടെയ്ൻസ് 1 സബ്ജക്റ്റ് ആൻഡ് 1 വേർബ് എന്ന് പറഞ്ഞാൽ ആ വേർബിന് വിളിക്കുന്ന വേറൊരു പേരുണ്ട് ഫൈനൈറ്റ് വേർബ് എന്നാണ്. ഫൈനൈറ്റ് വേർബ്. ഫൈനൈറ്റ് വേർബും ഉണ്ടാവും, നോൺ ഫൈനൈറ്റ് വേർബും ഉണ്ടാവും. എന്താണ് ഫൈനൈറ്റ് വേർബ്? ഫൈനൈറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനനുസരിച്ചോ
ടെൻസിനനുസരിച്ചോ മാറ്റം വരുന്ന ക്രിയ. ഇംഗ്ലീഷിലെ ക്രിയകളുടെ പ്രത്യേകത നമുക്കറിയാം. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ വെർബ് ഷുഡ് ബി സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ക്രിയ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ക്രിയയും പ്ലൂറൽ ആയിരിക്കുമല്ലോ. സ്വാഭാവികമായും അതേ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് ആ ക്രിയകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫൈനൈറ്റ് വെർബിൻ്റെ പ്രത്യേകത എന്താ? സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും അതിന് മാറ്റം വരും. സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും മാറ്റം വരും. ഇപ്പോൾ ദ ഡോക്ടർ എന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചോദിച്ചാൽ ഷുവർലി അതെന്താണ്? സിംഗുലർ ആണ്. ദ ഡോക്ടർ അഡ്മിറ്റ്സ് അല്ലേ? എന്നിട്ട് ഞാൻ ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് ടെൻസാണ്. അതിൻ്റെ കാരണം എന്താ? ദ ഡോക്ടർ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. എന്നിട്ട് ക്രിയ എന്തായി മാറി? സിംഗുലറായി മാറി. ഇത് ഡോക്ടേഴ്സ് എന്നായിരുന്നു എങ്കിലോ? ദ ഡോക്ടേഴ്സ് എന്നായിരുന്നു എങ്കിൽ വേർബ് വിൽ ബിക്കം എന്തായി മാറും? അത് അഡ്മിറ്റ് എന്നായി മാറും. വേർബ് ബിക്കംസ് അഡ്മിറ്റ് എന്തായി മാറുന്നു? അഡ്മിറ്റ് എന്നായി മാറുന്നു. അപ്പോൾ അഡ്മിറ്റ്സ് എന്നും എടുക്കാം, അഡ്മിറ്റ് എന്നും എടുക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡോക്ടർ എന്നും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡോക്ടേഴ്സ് എന്നുമാണ്. ഒരു സബ്ജക്റ്റ് ഒരു വേർബ് അങ്ങനെ വന്നാൽ അത് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ വാചകത്തെ നമ്മൾ എന്ത് ചെയ്യും? പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അന്നേരം എന്തായി മാറി? ദ ഡോക്ടർ അഡ്മിറ്റഡ്. അപ്പോൾ ഫൈനൈറ്റ് വേർബിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? സബ്ജക്റ്റിനനുസരിച്ച് മാറ്റം വരും, ടെൻസിനനുസരിച്ച് മാറ്റം വരും. സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും മാറ്റം വരുന്ന ക്രിയ ഫൈനൈറ്റ് വേർബ്. അപ്പോൾ സബ്ജക്റ്റും ഫൈനൈറ്റ് വേർബ്, ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വേർബും ഉൾപ്പെടുന്ന വാചകമാണ് സിമ്പിൾ സെൻറ്റൻസ്. അങ്ങനെയുള്ള ഒറ്റ വാചകമേ ആടെയുള്ളൂ. ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ് എന്നാണ്. ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ് എന്നാണ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് യെസ്, നമുക്ക് ബി എന്നതാണ് ആൻസറായി വരുന്നത്. ബി. അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റും. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദി ഫോളോയിങ്. അപ്പോൾ താഴെ പറയുന്ന പദത്തിന് ശേഷം എന്തുപയോഗിക്കാനാണ് പറഞ്ഞിനി? പ്രിപ്പോസിഷൻ. പല വീഡിയോസിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. റിലൈ എന്നതിന് ശേഷം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക ഓൺ എന്നാണ്. ഫീഡ് എന്നതിന് ശേഷം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക ഓൺ എന്നാണ്. ഇൻസിസ്റ്റ് എന്നതിന് ശേഷം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക ഓൺ എന്നാണ്. LPUP എക്സാമിന് 2024 നടന്നപ്പോൾ ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നത് 3ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഡിഗ്രി ലെവൽ മെയിൻസിനും വരാം. 4 സെൻറ്റൻസ് തന്നിട്ട് അതിൽ ശരിയായ വാചകം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അപ്പോൾ പോയിൻ്റ് പ്ലസ് അറ്റ്, പോയിൻ്റ് അറ്റ് എന്നാണ്. പോയിൻ്റ് അറ്റ്. അങ്ങനെയാണെങ്കിൽ ആറാമത്തത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടതാണ്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, മാറിയ 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, ഇതിലൊക്കെയുള്ളതാണ് ഈ കണ്ടൻറ്റ്. തീർച്ചയായും LPUPക്കും അതുപോലെ തന്നെ LD ക്ലർക്ക് എക്സാമിനും ഡിഗ്രി ലെവൽ മെയിൻസിനും വരാൻ സാധ്യതയുള്ളതാണ്. പ്രിലിംസിനും ഉണ്ടാവും, മെയിൻസിനും ഉണ്ടാവും. യെസ്, നോക്കാം. പ്രിലിംസിനുണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ പ്രിലിംസിനുണ്ടായിരുന്നു, അടുത്തത് മെയിൻസിന് വരാം. അതുപോലെ തന്നെ LPUP എക്സാമിനും വരാം. കാരണം SCERT പുസ്തകത്തിലുള്ള കണ്ടന്റാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാചകം എന്താ? ഐഡന്റിഫൈ ദ സെന്റൻസ് ഫസ്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഈ വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നമുക്ക് തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ ആഫ്റ്റർ ദ ഓക്സിലറി വേർബ് ഇൻസ്റ്റെഡ് ഓഫ് ING ബീയിങ് ഈസ് യൂസ്ഡ്. എന്തുപയോഗിക്കണം? ബീയിങ് എന്ന് ഉപയോഗിക്കണം. ഇനി വാചകത്തിൽ ഒബ്ജക്റ്റ് ഏതാണ്? ടി എന്നതാണ്. ടി എന്നത് എന്തായിട്ട് പരിഗണിക്കും? ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ നൗൺ. ദ വേർഡ് ടി ഈസ് ട്രീറ്റഡ് അൺകൗണ്ടബിൾ നൗൺ. എന്തായിട്ട്? സിംഗുലർ ആയിട്ട് പരിഗണിക്കും. വൈ? എന്തുകൊണ്ടാണ് സിംഗുലർ ആയിട്ട് പരിഗണിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ സിംഗുലർ ആണല്ലോ, സിംഗുലർ. അപ്പോൾ ടി എന്ന് വെച്ച് തുടങ്ങാം. അതിനുശേഷം നമ്മുടെ ബേസിക് റൂൾ പ്രകാരം ഓക്സിലറി വെർബ് വേണം. ഇഫ് ദ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് പാസീവ് വോയിസ്. ഇൻ ദി പാസീവ് വോയിസ് ആഫ്റ്റർ ദ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ഈസ് യൂസ്ഡ്. എന്ത് ഉപയോഗിക്കണം നമ്മൾ? ഓക്സിലറി വെർബ്. അപ്പോൾ ടി ഈസ് അല്ലേ, ബീയിങ്, മേക്ക്, മെയ്ഡ്, മെയ്ഡ്. ടി ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹെർ എന്നാണ്. ഷീ എന്ന സബ്ജക്റ്റ് ഇവിടെ എന്തായി മാറും? ഹെർ എന്ന ഒബ്ജക്റ്റായി മാറും. അപ്പോൾ മേക്ക്, മെയ്ഡ്, മെയ്ഡ്. ആൻസർ എന്താ വരിക? ടി ഈസ് ബീയിങ് മെയ്ഡ് ബൈ ഹെർ എന്നാണ്. അടുത്തത് എന്താ? അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോഴും പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ്
ഫോർ എന്നാണ്. നീ ആവശ്യപ്പെട്ടിട്ടുള്ളതായ പുസ്തകം ഇതാ എന്നാണ്. അപ്പോൾ ആസ്ഡ് പ്ലസ് ഫോർ ആണ് അവിടെ നമുക്ക് വേണ്ടത്. നേരത്തെ പോയിന്റ് പ്ലസ് അറ്റാണ് ഉപയോഗിച്ചെങ്കിൽ ഹിയർ യെസ് ആസ്ഡ് ഫോർ എന്നാണ്. അടുത്ത ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. SCERT പുസ്തകം 6ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക്. SCERT ഇപ്പോഴത്തെ പുതിയ 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, 2025 മാറിയ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് 22ാമത്തെ പേജ്. ഇതിലെല്ലാം പറയുന്ന ഒരു കണ്ടൻറ്റാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാചകം ഏത് ഡിഗ്രിയിലാണ്? ഇവിടെ തന്നിരിക്കുന്ന വാചകം ഏറ്റവും എളുപ്പത്തിൽ ഓരോ ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക്? യെസ്, ദ എന്നുണ്ട്. മുൻവർഷത്തെ NCA വിജ്ഞാപനം പ്രകാരം UP സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചപ്പോൾ, മുൻവർഷത്തെ NCA വിജ്ഞാപനം പ്രകാരം UP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹി ഈസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ എന്നായിരുന്നു. ഓപ്ഷൻ എന്തൊക്കെ കൊടുത്തു? ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഹിന്റ് അവിടെയുണ്ട്. നോക്കൂ, ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ബെസ്റ്റ് എന്നാണ്, ഈ തന്നിരിക്കുന്ന വാചകത്തിൽ ദ എന്നാണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇങ്ങനെ വരിക. 2022 നടന്ന എക്സാമിന് അങ്ങനെ ചോദിച്ചുവെങ്കിൽ ഇപ്പം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇങ്ങനെയാണ്. ഇതിന് പ്രത്യേകം എന്താ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൂപ്പർലേറ്റീവ് വേർഡാണ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ. ബിഫോർ ദ സൂപ്പർലേറ്റീവ് വേർഡ് ഇൻ ദി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ്. എന്ത് ഉപയോഗിക്കും? നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് തന്ന പ്രകാരം ഇവിടെ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രെറ്റി എന്ന വേർഡിനെ സൂപ്പർലേറ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത്രയേ വേണ്ടൂ. പ്രെറ്റി, പ്രെറ്റിയർ, പ്രെറ്റിയസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സിലബിൾ മാത്രമുള്ള വേർഡ് ഉണ്ട്, 2 സിലബിൾ, 2ൽ കൂടുതൽ സിലബിളുള്ള വേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രെറ്റി എന്ന വേർഡാണ് തന്നിരിക്കുന്നത്. ഏതിൽ അവസാനിച്ചിരിക്കുന്ന വൈയിലാണ്? പ്രെറ്റി, പ്രെറ്റിയർ, പ്രെറ്റിയസ്റ്റ്. പ്രെറ്റി, പ്രെറ്റിയർ, പ്രെറ്റിയസ്റ്റ്. അപ്പോൾ ആൻസർ എന്താണ്? സി എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മുൻവർഷത്തെ UPSC എക്സാമിന് ചോദിച്ചതാണ് ബെസ്റ്റ് എന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു സൂപ്പർലേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് പദത്തിന് മുമ്പിൽ എന്ത് ഉപയോഗിക്കും? ദ എന്ന ആർട്ടിക്കിൾ. അപ്പോൾ 2 പാറ്റേണിലാണ് ചോദ്യം വരിക. ഒന്നിക്കൽ ദ തന്നിട്ട് അതിനുശേഷം സൂപ്പർലേറ്റീവ് വേർഡ് ചേർക്കാൻ വേണ്ടി നമ്മളോട് പറയും, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് വേർഡ് തന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഏതാട്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. എന്താ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസനുമായി ആർട്ടിക്കിളുമായി. അപ്പോൾ UPSC എക്സാമിന് ചോദിച്ചപ്പോൾ ആർട്ടിക്കിളും വന്നു, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആയി മാറി. കാരണം 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ സിലബസും ഉൾപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്താൽ മാത്രമേ PSCക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? ഒരേ കണ്ടന്റിൽ തന്നെ 3ഓ 4ഓ അല്ലെങ്കിൽ 2ഓ 3ഓ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ എടുക്കുക. പ്രെറ്റിയസ്റ്റ്. പ്രസാദ് ഡസ് നോട്ട് ലുക്ക് വെൽ ടുഡേ. 9ാം ക്ലാസ്സിൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, ക്വസ്റ്റ്യൻ ടാഗ് എന്നത് 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് മാസം നടന്ന 1ാം ഘട്ടം എക്സാമിന് 2 ചോദ്യങ്ങളാണ് ആ പാർട്ടിൽ നിന്നും വന്നത്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളായതുകൊണ്ട് ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ വന്നു. നേരത്തെ വന്നത് ഇമ്പരറ്റീവ് സെൻറ്റൻസുമായി ബന്ധപ്പെട്ടാണ്. അവിടെ വില്യു എന്നാണ് ആൻസർ എങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയേ പ്രസാദ് ഡസ് നോട്ട് ലുക്ക് വെൽ ടുഡേ എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഡസ് നോട്ട് വന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ആ വാചകം എന്താണ്? നെഗറ്റീവാണ്. നെഗറ്റീവ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഒന്നുമില്ല, സിമ്പിളാണ് ആൻസർ ഡസ് ഹി എന്നാണ്. നമുക്ക് തരുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ സ്പ്ലിറ്റ് ദ മെയിൻ വെർബ്. ഏതിനെ നമ്മൾ വിഭജിക്കും? മെയിൻ വെർബിനെ വിഭജിക്കും. അത് എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലേ? മെയിൻ വെർബിനെ വിഭജിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കാം, നമുക്ക് ലുക്സ് എന്ന ഒരു ക്രിയ ഇവിടെ തന്നിരിക്കുന്ന ലുക്കാണ്. അപ്പോൾ ലുക്സ് അത് ഏതിന് തുല്യമാണ്? ഡസ് പ്ലസ് ലുക്ക് എന്നതിന് തുല്യമാണ്. ഡസ് പ്ലസ് ലുക്ക്. അങ്ങനെയാണെങ്കിൽ ലുക്ക് എന്ന് തന്നാൽ ഡു പ്ലസ് ലുക്ക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലുക്ഡ് എന്ന് വന്നാൽ ഡിഡ് പ്ലസ് ലുക്ക് എന്നാണ്. അപ്പോൾ ആൻസർ ഡസ് ഹി എന്നാണ്. അടുത്തത് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത, പുതിയ SCERT പുസ്തകത്തിൻ്റെ പ്രത്യേകത, 7ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്നെങ്കിൽ മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ ഓരോ പാഠത്തിൻ്റെ വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ
രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ SCERT പുസ്തകത്തിലുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ക്ലാസ് റൂമിൽ എയ്സിൻ്റെ ക്ലാസ് റൂമിൽ പറഞ്ഞിരിക്കുന്നതായ ടെൻസുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാ ടോപ്പിക്കുകളും കൃത്യമായി പഠിക്കുക. മെറ്റീരിയലുകൾ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും മെറ്റീരിയലുകൾ വായിക്കുക. ആപ്പിലിട്ട് തരുന്ന കാര്യങ്ങളെല്ലാം വായിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ടെൻസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എങ്ങനെയാ, ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ, എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുക? അതാ ടൈം വേർഡ് ഉണ്ട്. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, എ ഇയർ എഗോ, ഇൻ 2001 എന്നൊക്കെ വരികയാണെങ്കിൽ ആ വാചകം, ദാറ്റ് സെൻറ്റൻസ് ഷോസ് പാസ്റ്റ് എന്തിനെ കാണിക്കുന്നു? ഭൂതകാലത്തെ കാണിക്കുന്നു. അപ്പോൾ അമ്മു എന്നതാണ് സബ്ജക്റ്റ്. അതിനുശേഷം ക്രിയയുടെ രണ്ടാമത്തെ രൂപമാണ് പാസ്ഡ് എന്നാണ്. അപ്പോൾ അമ്മു ഹാസ് പാസ്ഡ്, പാസ്, പാസ്ഡ്, പാസ്ഡ്. അങ്ങനെയാണെങ്കിൽ പാസുമായി ബന്ധപ്പെട്ട ഒരു ഫ്രേസൽ വെർബാണ്. ചെറിയ ക്ലാസ്സിലെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഫ്രേസൽ വേർഡ്സ് പറയുന്നുണ്ട്. പാർട്ട് 1 അതിൽ പറയുന്നതാണ് പാസ് എവേ എന്നത്. പാസ് എവേ എന്ന ഫ്രേസൽ വെർബ് കുട്ടികൾ പഠിച്ചു വെച്ചോളൂ. ഡൈ എന്നാണ്, മരിച്ചു പോവുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാസ്ഡ് എവേ എന്നാണെങ്കിൽ ഡൈഡ് എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപേ ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം നമുക്ക് എഴുതാം. ഹെർ ബ്രദർ ഡാഷ്, ഹെർ ബ്രദർ ഡാഷ് ലാസ്റ്റ് ഇയർ. കേട്ടോ, അവളുടെ സഹോദരൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു എന്നാണ്. ഹെർ ബ്രദർ ഡാഷ് ലാസ്റ്റ് ഇയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ തരുന്നു? പാസ് എവേ എന്നും തരുന്നു, പാസ്ഡ് എവേ എന്നും തരുന്നു. നിങ്ങൾക്ക് ധൈര്യസമേതം ആൻസർ എടുക്കാം. ഞാൻ പറഞ്ഞു തന്ന ഹിൻ്റ് ഉണ്ട്. എന്താ ഹിൻ്റ്? ലാസ്റ്റ് ഇയർ. ആൻസർ എന്താ വരുമോ? നമുക്ക് പാസ്ഡ് എവേ എന്നാണ്. അപ്പോൾ ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ എഴുതിയതിൽ ഹെർ ബ്രദർ എന്നാണ്. ഈ ബ്രദറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു അഡീഷണൽ പോയിന്റ് പഠിച്ചാലോ? ബ്രദറുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ ഈസ് കോൾഡ്. സ്വന്തം സഹോദരനെ കൊല്ലുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും എന്നാണ്? ഫ്രാട്രിസൈഡ് എന്നാണ് പറയുക. ഫ്രാട്രിസൈഡ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ വൈഫ് ഈസ് കോൾഡ് അക്സോറിസൈഡ് എന്നാണ്. അപ്പോൾ ഫ്രാട്രിസൈഡ്, മാട്രിസൈഡ്, അക്സോറിസൈഡ്. അങ്ങനെയാണെങ്കിൽ സ്വന്തം അച്ഛനെ കൊല്ലുമ്പോൾ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ഫാദർ ഈസ് കോൾഡ് പാട്രിസൈഡ് എന്നാണ് പറയുക, ഫാട്രിസൈഡ്. അങ്ങനെയാണെങ്കിൽ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ സിസ്റ്റർ ഈസ് കോൾഡ് സൊറോറിസൈഡ് എന്നാണ് പറയുക, സൊറോറിസൈഡ്. അപ്പോൾ നോക്കാം, ബ്രദറുമായി ബന്ധപ്പെട്ട് ഫ്രാട്രിസൈഡ്, ഫ്രാട്രിസൈഡ് അല്ലേ? യെസ്. അപ്പോൾ നോക്കാം, ബ്രദർ, സിസ്റ്റർ, മദർ അല്ലേ, പാസ് എവേ, അത് പറയുമ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ബ്രദർ ഇൻ ലോ നമ്മളോട് ചോദിക്കുന്നതാണ് പ്ലൂരൽ ഫോം ഓഫ് ബ്രദർ ഇൻ ലോ എന്ന് ചോദിക്കും. ബ്രദർ ഇൻ ലോ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ബ്രദർ ഇൻ ലോ എന്നതിൻ്റെ പ്രത്യേകത എന്താ? അവിടെ വാക്കുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഹൈഫൺ ഉപയോഗിച്ചിരിക്കുന്നു. വാക്കുകൾ തമ്മിൽ ഹൈഫൺ ഉപയോഗിച്ചിരിക്കുന്നു. ചെറിയ വര, ഹൈഫൺ എന്ന് പറഞ്ഞാൽ സ്മോൾ അല്ലേ, ലൈൻ എന്നാണ്. ഡാഷ് പറഞ്ഞാൽ വലിയ വര എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഇന്നിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വര ഉപയോഗിച്ചിരിക്കുന്നു, ഇന്നിന് ശേഷം വര ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഈ കോമ്പൗണ്ട് വേർഡിനെ വിളിക്കുന്ന പേരാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. പക്ഷെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഹൈഫൺ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബ്രദർ ഇൻ ലോ എന്ന ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡിന്റെ പ്ലൂരൽ ഫോം ബ്രദേഴ്സ് ഇൻ ലോ എന്നാണ്. ബ്രദേഴ്സ് ഇൻ ലോ. ഓക്കെ, അപ്പോൾ ആൻസർ പാസ്ഡ് എന്നാണ്. ആ പാസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഫ്രേസൽ വെർബും അങ്ങനെയുള്ള വൊക്കാബുലറി കൂടി പഠിച്ചു. അടുത്ത എന്താ? ഏതൊരാൾക്കും പെട്ടെന്ന് ആശയക്കുഴപ്പമുണ്ടാവുന്ന ഒരു ചോദ്യമായിരുന്നു അത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നാണ്. നമ്മൾ പറക്കുക എന്നതിന് ഫ്ലൈ എന്ന് പറയും അല്ലേ? ഫ്ലൈ എന്നതിൻ്റെ പാസ്റ്റ് എന്താ? ഫ്ലൂ എന്നാണ്, FLEW. അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ? FLOWN, ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പോൾ വൺ ഹൂ ഫ്ലൈസ് എന്നാണ്. പറക്കുന്ന ആളിനെ എന്ത് വിളിക്കും എന്നായിരുന്നു ചോദ്യം. പറക്കുന്ന ആളിനെ വിളിക്കുക
FLYERS, ഫ്ലയേഴ്സ് എന്നാണ് പറയുക. അപ്പം ആൻസർ എന്താ വരിക? എ എന്നതാണ് ആൻസർ ആയിട്ട് എടുക്കുക. ഫ്ലയേഴ്സ് വേർ, അത് പ്ലൂറലായി മാറി. ഫ്ലയർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഫ്ലൈസ് എന്നാണ്. പ്ലൂറൽ ഫോം ഓഫ് ഫ്ലയർ ഈസ് ഫ്ലയേഴ്സ് എന്നാണ്. FLYERS. അടുത്ത എന്താ? ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. LD ക്ലർക്ക് എക്സാമിന് പോകുന്നവരും ശ്രദ്ധിക്കണം, ഡിഗ്രി ലെവൽ മെയിൻസിന് പോകുന്ന കുട്ടികളും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ LP UP എക്സാം എഴുതാൻ പോകുന്ന മക്കളും ശ്രദ്ധിക്കണം. കാരണം ഫ്രേസൽ വെർബ് എന്നത് SCERT പുസ്തകത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് പുട്ട് എന്നതിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ് 2 പ്രാവശ്യമാണ് ചോദിച്ചത്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വി ഹാഡ് ടു ഡാഷ് ദ പാർട്ടി ടു അനദർ ഡേ. അവിടെ നിന്ന് നമുക്ക് ഹിൻഡ് കിട്ടി. ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടതായി വന്നു. ഓയിങ് ടു ദ സഡൻ ടേൺ ഓഫ് ഇവൻറ്റ്സ്, സംഭവങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, സംഭവങ്ങളുടെ പ്രത്യേക മാറ്റത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിച്ചത് കൊണ്ട് എന്താ ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായി വന്നു എന്നാണ്. സംഭവങ്ങൾ മാറി മറിഞ്ഞു വന്നതുകൊണ്ട്, ഞങ്ങൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് അത് മാറ്റി വെക്കേണ്ടതായി വന്നു എന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാ? പുട്ട് ഓൺ തന്നു, പുട്ടിൻ തന്നു, പുട്ട് ഔട്ട് തന്നു, പുട്ട് ഓഫ് തന്നു. ഇവിടെ ആൻസർ നമുക്ക് പുട്ട്സ് ഓഫ് എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിരിക്കുന്ന പുട്ട്സ് ഓഫ്. മീനിങ് എന്താ? പോസ്റ്റ്പോൺ എന്നാണ്. പോസ്റ്റ്പോൺ എന്നാണ്, മാറ്റിവെക്കുക, നീട്ടിവെക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുൻവർഷത്തെ LD ക്ലർക്കിന് പോസ്റ്റ്പോൺ അർത്ഥം വരുന്ന നീട്ടിവെക്കുക, മാറ്റിവെക്കുക, അത് പുട്ട് ഓഫിൻ്റെ മീനിങ് പോസ്റ്റ്പോൺ എന്നാണ്. ഇനി കാസർഗോഡ് ജില്ലയുടെ LD ക്ലർക്കിന് ചോദിച്ചാൽ എന്താ? പോസ്റ്റ്പോൺ എന്ന മീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സിനണിം ചോദിച്ചു. സിനണിം, ആ സിനണിം കൂടി നമുക്ക് പഠിക്കാം. പോസ്റ്റ്പോൺ എന്നതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ മുൻവർഷം LD ക്ലർക്കിന് ചോദിച്ചതാണ് അഡ്ജേൺ. അഡ്ജേൺ അതിൻ്റെ ഒരു സിനണിമാണ് കേട്ടോ, പര്യായ പദമാണ്, സമാനാർത്ഥ പദമാണ് അഡ്ജേൺ. ഐഡൻറ്റിഫൈ ദ എറർ ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എയ്സ് പറഞ്ഞ ആൻസർ തന്നെയാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC പറഞ്ഞിരുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ചോദ്യം എന്ത് ചെയ്തിരിക്കുന്നു? ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങളും പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പാർട്ടിലാണ് തെറ്റ്, പക്ഷേ എയ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യ പാർട്ടിലാണ് തെറ്റ് എന്നാണ്. ഇവിടെയാണ് തെറ്റ് കിടക്കുന്നത്. ഞങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഞങ്ങൾ ചർച്ച ചെയ്തതായിരുന്നു ഈ ഒരു പോയിന്റ്. പക്ഷേ ഭൂരിപക്ഷം കുട്ടികളും എഴുതിയിട്ടുണ്ടാവുക ലാസ്റ്റ് പാർട്ടാണ്. ഏതാ ലാസ്റ്റ് പാർട്ട്? ലേറ്റസ്റ്റ് എക്യുപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് മെത്തേഡ് എന്നതായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ ഈ എറർ വരാനുള്ള റീസൺ എന്താ? ഏതായാലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് പഠിക്കാം. ഇവിടെ എറർ വരാനുള്ള റീസൺ, ഫയർ ഫൈറ്റർ എന്നത് ഒരു ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡാണ്. രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് എഴുതുന്ന സാധനം. ലെറ്റർ ബോക്സ്, ഇലക്ട്രിക് ബെൽ, 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലതാ. ഇലക്ട്രിക് ബെൽ, അതേപോലെ തന്നെ ലെറ്റർ ബോക്സ്, ലെറ്റർ കൂട്ടണം ബോക്സ്, ലെറ്റർ ബോക്സ്, അതേപോലെ തന്നെ ഫയർ കൂട്ടണം ഫൈറ്റർ, ഫയർ ഫൈറ്റർ. ഇതെന്താണ്? ഒരു ക്ലോസ്ഡ് കോമ്പൗണ്ട് നൗണാണ്. ക്ലോസ്ഡ് കോമ്പൗണ്ട് നൗണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഗ്യാപ്പ് ഇട്ടിട്ടാണ്. സ്പേസ് ബിറ്റ്വീൻ 2 വേർഡ്സ്, 2 വാക്കുകൾക്കിടയിൽ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നു. സോ അതാണ് അവിടുത്തെ തെറ്റ്. ഈ ചോദ്യം എന്ത് ചെയ്തിരിക്കുന്നു? PSC ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെൻഷ്യസ് എന്ന ഒരു വേർഡാണ്. കൺസെൻഷ്യസ് എന്നാണ്. CONSCIENTIOUS. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയ്സിൻ്റെ മെറ്റീരിയലിനകത്ത് ഈ സാധനമുണ്ട്. കൺസെൻഷ്യസ് എന്നാണ്. കൺസെൻഷ്യസ് എന്നാണ്. പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് വിച്ച് വേർഡ് ഗിവൺ ആസ് മീൻസ് അല്ലെങ്കിൽ ഗിവൺ ആസ് ഓപ്ഷൻസ് മീൻസ് എക്സാക്ട്ലി ദ സെയിം ആസ് വൺ ഇൻ ബോൾഡ് ഇൻ ദി ഫോളോയിങ്. ഇത് പണ്ട് മുതൽ 1998 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷ LD ക്ലർക്കൊക്കെ 2003 മുതൽ അത് ഒബ്ജക്റ്റീവായി മാറി. അന്ന് മുതൽ PSC ചോദിക്കുന്ന ഒരു വേർഡാണ് ഫ്രൈവിലസ് എന്ന വേർഡ്. ഇതിന് പ്രത്യേകത, ഇനിയും നടക്കുന്ന എക്സാമുകളിലെല്ലാം അത് വരാൻ സാധ്യതയുണ്ടതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി പഠിച്ചു വെച്ചോ. അവിടെ നമ്മളോട് ചോദിച്ചാൽ എന്താ? കൃത്യമായ എക്സാക്റ്റ് മീനിങ് ആണ് ചോദിച്ചത്. മീനിങ് ആണ് ചോദിച്ചത്. പഠിച്ചു വെച്ചോളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സില്ലി എന്ന അർത്ഥം വരും. ഫ്രൈവിലസ് എന്നതുകൊണ്ട് സില്ലി എന്നാണ് തന്നതിൽ ഏറ്റവും. അടുത്ത എന്താ? 2022 ഡിഗ്രി ലെവൽ പ്രിലിംസ്.
മുൻവർഷത്തെ LD ക്ലർക്ക് എക്സാം, ഈ വന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഇതിനെല്ലാം ചോദിച്ചിരിക്കുന്നു ഫോറിൻ വേർഡ്. ഇങ്ങനെയുള്ള റിപ്പീറ്റഡായി ചോദിക്കുന്ന വേർഡുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. യെസ്, ഡെ ഫാക്റ്റോ എന്നാണ്, ഡി ഫാക്റ്റോ അല്ല, ഡെ ഫാക്റ്റോ എന്നാണ്. ഡെ ഫാക്റ്റോ മീൻസ് ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്റ്റ് എന്നാണ്, യഥാർത്ഥത്തിൽ, യാഥാർത്ഥ്യത്തിൽ എന്നാണ്, സത്യത്തിൽ എന്നൊക്കെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു വേർഡ് കാണാറുണ്ട്. ഇത് പലരും വായിക്കാറുള്ളത് ഡെജാവു എന്നായിരിക്കും. ഡെജാവു എന്നല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഡെയ്ഷാ വ്യൂ എന്നാണ്, ഡെയ്ഷാ വ്യൂ. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് തോന്നി ഇതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ടോ. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഞാൻ മുൻപ് എപ്പോഴോ കണ്ടിട്ടുണ്ടോ എന്നാണ്. ഡെയ്ഷാ വ്യൂ എന്ന് പറഞ്ഞാൽ, ഡെയ്ഷാ വ്യൂ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ദാറ്റ് വൺ റിമെമ്പേഴ്സ് ആൻ ഇവൻറ്റ് ദാറ്റ് വൺ ഹാസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഏർലിയർ. മുൻപ് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു പ്രയോഗമാണ് ഡെയ്ഷാ വ്യൂ എന്നത്. ഇതൊരു ഫോറിൻ വേർഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ LD ക്ലർക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന സാധനമാണ് ബോണാഫൈദി എന്നത്. നമ്മൾ ബോണാഫൈഡ് എന്ന് വായിക്കും, ബോണാഫൈദി എന്നാണ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓർ ജെന്യൂൻ എന്നാണ്, വിശ്വാസയോഗ്യമായത് എന്നാണ്. അപ്പോൾ ഡെയ് ഫാക്റ്റോ പഠിച്ചു വെക്കുക, ഡെയ്ഷാ വ്യൂ പഠിച്ചു വെക്കുക, ബോണാഫൈദി എന്നത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും എല്ലാ എക്സാമിനും ഓപ്ഷൻസിൽ ഉണ്ടാവാറുണ്ട്. എന്നെക്കുറിച്ച് ഞാൻ തന്നെ എഴുതുകയാണെങ്കിൽ അത് ആത്മകഥയാണ്. ആത്മകഥയ്ക്ക് നമ്മൾ എന്താ പറയുക, ഓട്ടോബയോഗ്രഫി എന്ന് പറയും. അപ്പോൾ നമ്മളോട് എന്താ ചോദ്യം, എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ എബൌട്ട് ഹിംസെൽഫ്. തന്നെക്കുറിച്ച് തന്നെ ഒരാൾ എഴുതി, അപ്പോൾ അതിന് നമ്മൾ പറയും ആത്മകഥ. ആത്മകഥയ്ക്ക് നമ്മൾ എന്താ പറയുക, ഓട്ടോബയോഗ്രഫി. എന്നാൽ എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ അനദർ പേഴ്സൺ, മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ, ആരെക്കുറിച്ച്, വേറൊരാളെക്കുറിച്ച് മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ, എന്നെക്കുറിച്ച് ഞാൻ തന്നെ എഴുതിയാൽ ഓട്ടോബയോഗ്രഫി, എന്നാൽ മറ്റൊരാൾ എന്നെക്കുറിച്ച് എഴുതിയാൽ ജീവചരിത്രം എന്നാണ് പറയുക. ജീവചരിത്രത്തിന് നമ്മൾ ബയോഗ്രഫി എന്നാ പറയാം, ബയോഗ്രഫി. അപ്പോൾ ആൻസർ ഇവിടെ ഓട്ടോബയോഗ്രഫി എന്നാണ്, ഓട്ടോബയോഗ്രഫി. അടുത്ത എന്താ, ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. ടെൻസുമായി ബന്ധപ്പെട്ടു പ്ലസ് മോഡൽ ഓക്സിലറി വെർബാണ്, അതാണ് രസം. ടെൻസുമായി ബന്ധപ്പെട്ടതുമാണ് പ്ലസ് മോഡൽ ഓക്സിലറി വെർബുമാണ്. അതിലുപരി അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസുമാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ, മോഡൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ നമുക്ക് എത്ര സഹായക്രിയയുള്ളത്, വി ഹാവ് 24 ഓക്സിലറി വേഴ്സ്, ദേ ആർ ഡിവൈഡഡ് ഇൻടു 2, പ്രൈമറി ആൻഡ് മോഡൽ. പ്രൈമറി ഓക്സിലറി വേഴ്സ് ഉണ്ട്, മോഡലുണ്ട്. 11 എണ്ണം പ്രൈമറിയും 13 എണ്ണം മോഡലുമാണ്. അപ്പോൾ ആ വരുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബാണ് വിൽ എന്നത്. വിൽ എന്നതിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുക ഒരു ക്രിയയുടെ V1 ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ടോപ്പിക്കാണ് നമുക്ക് നോക്കാം. ഒന്ന് ടെൻസ്, ഈ ഒരു ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്ന കണ്ടന്റ്. ഒന്ന് ടെൻസ്, 2 മോഡൽ ഓക്സിലറി വേർബ്. പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, LP UP കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്, LD ക്ലർക്കിന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളതാണ്, അവരെല്ലാവരും ചെയ്യുന്നതാണ് ഇൻഫിനിറ്റീവ് എന്താണ്, ബെയർ ഇൻഫിനിറ്റീവ് എന്താണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നമ്മൾ അടുത്തായി പഠിക്കുന്നത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന കണ്ടന്റാണ്. വാട്ട് ഡു യു മീൻ ബൈ ബെയർ ഇൻഫിനിറ്റീവ്? എ വേർബ് വിത്തൗട്ട് ടു. ഒരു ക്രിയയുടെ മുൻപിലായിട്ട് എന്ത് ചേർക്കാത്തത്, ടു ചേർക്കാത്തത്. അപ്പോൾ എന്തൊക്കെ കണ്ടന്റാണ് വന്നത്, ഒന്ന് ടെൻസ് എന്ന ഒരു ടോപ്പിക്കാണിത്, പ്ലസ് മോഡൽ ഓക്സിലറി വെർബ്, അതാണ് ഈ സാധനം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ലീവ് എന്ന ക്രിയയാണ്, പുറപ്പെട്ടു പോവുക, വിട്ടുപോവുക. അത് V1 ആണ്, ഒരു ക്രിയയുടെ V1, എ വേർബ് വിത്തൗട്ട് ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരേ ചോദ്യത്തിനകത്ത് 3-4 കണ്ടന്റുകൾ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടെ എത്ര കണ്ടന്റുകൾ വന്നു, മെയിനായിട്ട് 3 കാര്യങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതും PSC ഡിലീറ്റ് ചെയ്തതാണ്. ഡെഫിനിറ്റ്ലി എന്ന വാക്ക് PSC ഡിലീറ്റ് ചെയ്തു. കറക്റ്റ് ഉത്തരം അതിലുണ്ടായിരുന്നു, കറക്റ്റ് ഉത്തരം അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തിരിക്കുന്നു, നിർഭാഗ്യം, അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ ഡിലീറ്റ് ചെയ്തു, നേരത്തെ ഫയർ ഫൈറ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റിനെ ഡിലീറ്റ് ചെയ്തു, ഇതും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ 20 ചോദ്യങ്ങളിൽ 18 ചോദ്യങ്ങളാണ് PSC 2/5/2026 ഡിഗ്രി ലെവൽ പ്രിലിംസിന് നിലനിർത്തിയിരിക്കുന്നത്. യെസ്, അടുത്തത് ഇഡിയോവുമായി ബന്ധപ്പെട്ടതാണ്. ഇഡിയോവുമായി ബന്ധപ്പെട്ടതാണ്. ടു ത്രോ ഇൻ ദി ടവൽ എന്നാണ്, പഠിച്ചു വെച്ചോളൂ. ടു ഗിവ് അപ്പ് എന്നാണ്, ടു ഗിവ് അപ്പ് എന്നാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.